1994 അന്നത്തെ WWFിൻ്റെ മാതൃസ്ഥാപനമായ ടൈറ്റൻ സ്പോർട്സ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. 1979 മാർച്ച് മുതൽ രണ്ട് കമ്പനികളും WWF എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത്. ഇവരുടെ എഗ്രിമെൻ്റ് പ്രകാരം ടൈറ്റൻ സ്പോർട്സ് അതിൻ്റെ റെസ്ലിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട് WWF എന്ന നാമം ഉപയോഗിക്കുന്നത് നിർത്താനും തുടർന്നുള്ള എല്ലാ പ്രക്ഷേപണങ്ങളിലും പ്രൊമോഷനുകളിലും പേരിൻ്റെ ഉപയോഗം കുറയ്ക്കാനും സമ്മതിച്ചു. പിന്നീട് പ്രത്യുപകാരമായി വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് നിയമ നടപടിയെടുക്കൽ അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയും ടൈറ്റൻ്റെ വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പേരോ അക്കാലത്ത് നിലവിലുള്ള ലോഗയോ ഉപയോഗിക്കുന്നതിനെ വെല്ലുവിളിക്കേണ്ടതില്ലെന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് 1999 വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ എൻ്റർടൈൻമെൻറ്റ് എന്ന പേരിലും റീനെയിം ചെയ്യപ്പെട്ടു. മെയ് 1999 $172.5 മില്യൺ പ്രാരംഭ പബ്ലിക് ഓഫറുമായി WWF പബ്ലിക് ആവുകയും ചെയ്തു. പിന്നീട് 2000 വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് 1994 ഒപ്പുവെച്ച കരാറിൻ്റെ നിരവധി ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി UK-യിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്തു. വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ അഥവാ WWF കരാർ ലംഘിച്ചതായും UK കോടതി അപ്പീൽ ചെയ്തു. പിന്നീട് 2002 മെയ് 5 WWF എന്ന ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയും WWF എന്ന് അടയാളപ്പെടുത്തിയ അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും WWEയിലേക്ക് മാറ്റുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.